ഹലോ നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും അച്ചൂസ് മീഡിയ ഫിഷിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒരു വീഡിയോ എഡിറ്റിംഗ്, അതായത് നിങ്ങൾക്ക് തമ്പ്ലൈനൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, യൂട്യൂബിൽ തമ്പ്ലൈനൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആയിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും ഡ്രസ് കോഡിലോ എന്തെങ്കിലുമൊക്കെ നമ്മളൊരു ലെറ്റേഴ്സോ കാര്യങ്ങളൊക്കെ വരും. ആ ലെറ്റേഴ്സൊക്കെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഈ ഒരു പയ്യട്ടേക്കാൻ ഡ്രസ്സ് കണ്ടല്ലേ, അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് ലെറ്റേഴ്സും കുറച്ച് സിമ്പിൾസൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചിലപ്പോൾ ഒരു ഇറിറ്റേഷനായിട്ട് നമുക്ക് ഫോട്ടോയൊക്കെ ആഡ് ചെയ്യുന്ന സമയത്തൊക്കെ ചിലപ്പോൾ തോന്നും, ചിലപ്പോൾ ഒരു ഡിസൈനിലൊക്കെ. അപ്പോൾ അത് നമുക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോട്ടോഷോപ്പിൽ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഒരു പ്രൊഫഷണലിൽ നമുക്കത് കിട്ടണമെന്നില്ല. അപ്പോൾ അതിനായിട്ട് ഗാലക്സി S23 അൾട്രയാണ് ഈ ഒരു മൊബൈൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഈസി ആയിട്ട്, അതായത് അത്ര പ്രൊഫഷണലി തന്നെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാൻ ഫസ്റ്റിൽ തന്നെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോട്ടോയ്ക്കകത്ത് നിങ്ങൾക്ക് കാണാം ഒരു ലെറ്റർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ എന്ന് വെച്ചാൽ, ഈ ഒരു ലെറ്റർ എടുത്ത് കാണുമ്പം നമുക്ക് ഫേസ് ചെയ്യേണ്ട വരുന്ന ഒരു മെയിൻ ഇഷ്യൂ എന്ന് വെച്ചാൽ, ലെറ്ററിൻ്റെ ബാക്കിലായിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് റെഡ് ലൈൻ വരുന്നുണ്ട്. അപ്പോൾ ആ ലൈൻസൊക്കെ കറക്റ്റ് പ്രൊഫഷണലി അവിടെ തന്നെ ഒരു മൂവ്മെൻ്റ് ഒന്നും ഇല്ലാതെ കിട്ടുകയും ചെയ്യണം. റിമൂവ് ചെയ്യുന്ന സമയത്ത് അതിനൊരു മാറ്റം വരാനും പാടില്ല. എന്നാലേ ആ ഒരു ലെറ്റർ ചെയ്യുന്നതിനുള്ള പ്രൊഫഷണാലിറ്റി നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിൽ ഒരു ടൂളുണ്ട്. അതായത് ഇപ്പം നമുക്ക് ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ സെക്കൻഡായിട്ട് ഒരു എഡിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. എഡിറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ലാസ്റ്റ് കാണുന്ന ഒരു ഓപ്ഷനാണ് ഒബ്ജക്റ്റ് ഇറൈസർ. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കാണാം ഈ ഫസ്റ്റ് വൺ ആയിട്ട് ഒബ്ജക്റ്റ് ഇറൈസർ. ഈ ഒബ്ജക്റ്റ് ഇറൈസർ എടുക്കുന്ന സമയത്ത് നമുക്ക് ഏത് പോർഷനാണോ എടുത്ത് കളയേണ്ടത് ആ പോർഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് മാനുവലി തന്നെ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു ഫോട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് സൂം ചെയ്തു. അതിനുശേഷം എനിക്ക് ഈ ഒരു ലെറ്റർ എടുത്ത് കളയണം. അപ്പോൾ ഈ ലെറ്റർ എടുത്ത് കളയാനായിട്ട് ഫസ്റ്റ്ലി തന്നെ ആ ഒരു പോർഷൻ സെലക്ട് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ഞാൻ ഈ പോർഷൻ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് സെലക്ട് ആയിട്ടുണ്ട്. ഫസ്റ്റ് നമുക്കൊന്ന് ഇറൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇറൈസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിൽ ഇറൈസിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇറൈസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് തന്നെ കാണാം ആ ലെറ്റർ ഓൾമോസ്റ്റ് 90% റിമൂവ് ആയിട്ടുണ്ട് വിത്തൗട്ട് എനി എഫക്റ്റ് ഇൻ ബാക്ക്ഗ്രൗണ്ട് ലൈൻസ്. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് ലൈൻസിന് എന്താ വലിയ എഫക്റ്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇനി ഞാൻ ഫിനിഷ് ചെയ്തതിന് ശേഷം ഒന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പോർഷൻസും ഉണ്ട്. അപ്പോൾ അതും കൂടെ സെലക്ട് ചെയ്യണം. ഓക്കെ, ഈ ഒരു പോർഷൻ കൂടെ സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറൈസ് ചെയ്യാം. ഓക്കെ, അതും ഇറൈസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് അപ്പോൾ അവൻ്റെ ഡ്രസ്സിലായിട്ട് വലതും ഇടതുമായിട്ട് വീണ്ടും 2 സിമ്പിൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് എടുത്ത് കളയേണ്ടതായിട്ട്. അപ്പോൾ ഇതും കൂടെ എടുത്ത് കളയണമെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്യില്ല, ഓട്ടോമാറ്റിക്കലി തന്നെ അത് സെലക്ട് ആകും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അത് സെലക്ട് ആയിട്ടുണ്ട്. അത് റിമൂവ് ആയി. ആ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ലൈൻസൊക്കെ അതേപോലെ പ്രൊഫഷണലി തന്നെ പോയിട്ടുണ്ട്. എടുത്ത് പറയേണ്ട കാര്യമാണ് ഗാലക്സി S23 അൾട്രയുടെ ഈ ഫീച്ചർ. ഇപ്പോൾ S24 ഈ ഫീച്ചറുണ്ട്. അടിപൊളി ഫീച്ചറാണ്. ഏറ്റവും മെയിൻ ആയിട്ടുള്ള കേസ് എന്ന് വെച്ചാൽ, നമ്മൾ റിമൂവ് ചെയ്ത് അതായത് ഇറേസ് ചെയ്ത് കളയുന്ന സമയത്ത് ആ ബാക്ക്ഗ്രൗണ്ട് എന്താണുള്ളത് അത് അതേപടി ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇനി ഈ ഒരു സംഭവം എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അത് ഫിനിഷായി. ഓക്കെ, നോക്കിയോ, അതിൽ ഞാൻ ഇറേസിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അത് ഇറേസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് കംപ്ലീറ്റ്ലി റിമൂവ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഞാൻ വിട്ടു പോയിച്ചാണ് അത്ര പോർഷൻ ആ റെഡ് ലൈൻസൊക്കെ അതേ കണക്കുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യുന്നില്ല. സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോപ്പി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. ഓക്കെ, എന്നിട്ട് ബാക്ക് അടിച്ചിട്ട് ഡിസ്കാർഡ് കൊടുക്കുക. ഓക്കെ ഓക്കെ ദെൻ ഈ ഫോട്ടോ ജസ്റ്റ് അതും കൂടെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തു. ഓക്കെ, ഇതിന് ശേഷം നമുക്കൊന്ന് സ്ക്രീൻഷോട്ടുകൾ ചെക്ക് ചെയ്യാം. ഇതാണ് നമ്മൾ ഫസ്റ്റ് കിടന്ന ഒരു ഫോട്ടോ. അതായത് ആ ഒരു ലെറ്റർ റിമൂവ് ചെയ്യണതിന് മുന്നേ കിടന്നൊരു പിക്കാണ്. ഓക്കെ, അതിൻ്റെ ലെറ്റേഴ്സ് എല്ലാം നിങ്ങൾക്ക് കാണുള്ളൂ. ഇത് അതിന് ശേഷം ചെയ്തതാണ്. ഇത് ഒരു ലെറ്റർ ഉണ്ടെന്ന് പോലും അറിയാൻ പറ്റത്തില്ല. അടിപൊളി ഒരു ഫീച്ചറാണ്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും, അതായത് ഈ ഒരു സിമ്പിൾ മെത്തേഡ് യൂസ് ചെയ്യാൻ നമുക്ക് ഫോട്ടോഷോപ്പിൻ്റെ ഒന്നും ഒരു ആവശ്യവും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ ഈസി ആയിട്ട് തന്നെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക്
ഈ പുള്ളിക്കാരൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇതിൽ ഈസി ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. ഓക്കെ, അത് സെലക്ട് ആയിട്ടുണ്ട്. അതിനുശേഷം ഈ താഴോട്ട് വരുമ്പം ഇവിടെ ഒരു ഓപ്ഷൻ കാണാം, അതിനകത്ത് സേവ് ആസ് ഇമേജ് എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഫോട്ടോ മാത്രമായിട്ട് നമുക്ക് സേവ് ആയിട്ട് കിട്ടുന്നുണ്ട്. ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് തമ്പലൈനൊക്കെ യൂട്യൂബിൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫോട്ടോ മാത്രമായിട്ട് പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇങ്ങനെ പ്ലേസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ അറിവ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അറിയാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.